ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ അമ്പലത്തിലെ മീനഭരണി മഹോത്സവമാണ്. അന്നപൂർണേശ്വരി ദേവീക്ഷേത്രം വെള്ളത്തൂലാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലം. അപ്പം അവിടെ മീനഭരണി മഹോത്സവത്തിന് ഇന്ന് പൊങ്കാലയോട് കൂടിയിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പൊങ്കാല എന്ന് പറയുന്നത് തന്നെ തിളച്ച് മറിയുക എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. നമ്മൾ മനം ഉരുകി കരയുന്ന സ്ത്രീകളുടെ മനസ്സിലെ ഒരു മാതൃത്വ സ്നേഹം ഉണ്ടല്ലോ, അത് നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ അമ്മയുടെ തിരുസന്നിധിയിൽ മക്കൾ അമ്മയെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന ഒരു വഴിപാടാണ് കേട്ടോ പൊങ്കാല. അപ്പം കുരവയോടുകൂടി പൊങ്കാല ആരംഭിക്കുകയാണ് കേട്ടോ. എല്ലാവരും അമ്മേനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും അടുപ്പിൽ തീ പൂട്ടാൻ വേണ്ടിയിട്ട് കലമെല്ലാം അടുപ്പിൽ വെച്ചു. അവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കമ്പുകളും വിറകുകളും എല്ലാം വെച്ച് തീ പിടിപ്പിക്കുകയാണ് കേട്ടോ. എല്ലാ ഭക്തജനങ്ങളും അമ്മയെന്ന് വിളിച്ച് പ്രാർത്ഥനയോട് കൂടിയിട്ട് തീയെല്ലാം പിടിപ്പിച്ചു. തീയൊക്കെ കത്ത് പിടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ചില ആൾക്കാരുടെയൊക്കെ കത്ത് പിടിക്കാൻ ഭയങ്കര താമസമായിരുന്നു, കാരണം പുകഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കർപ്പൂരമൊക്കെ വെച്ച് ഇങ്ങനെ കത്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൊങ്കാല ഇട്ടില്ല, നാത്തൂൻ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നാത്തൂൻ ഇടുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുടുംബമായിട്ട്, ഞാനും അമ്മയും മക്കളും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എത്തിയതാണേ. ഞാൻ നോക്കുമ്പം എല്ലാ ഭക്തജനങ്ങളും അമ്മയെ ദേവിയെന്ന് വളരെയധികം ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് അടുപ്പിൽ തീ വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇവിടെ അമ്പലത്തിലെ ശർക്കര പായസമാണ് കേട്ടോ പൊങ്കാല വെച്ചത്. അത് അരി വെന്ത് കഴിഞ്ഞിട്ട് ശർക്കരയും പഴവും എല്ലാം ചേർത്ത് അവസാനം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ദേവിയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങി മടങ്ങുന്നു എന്നൊക്കെയാണ് അവിടുത്തെ ഒരു ഇത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ 4 സൈഡിലും പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്നത് ഒരു സൈഡായതുകൊണ്ടാണ് 2 വശം മാത്രം കിട്ടിയത്. അപ്പുറം ഇപ്പുറത്തെ സൈഡും 4 സൈഡിലും പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പം തീ പിടിക്കാനൊക്കെ പാടായിരുന്നു കേട്ടോ. കാറ്റുണ്ടായിരുന്നു. ചില ആൾക്കാരുടെയൊക്കെ പെട്ടെന്ന് തന്നെ തീ പിടിച്ച് കിട്ടി, ചില ആൾക്കാരുടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർപ്പൂരമൊക്കെ വെച്ച് കത്തിച്ച് നന്നായിട്ട് തീയൊക്കെ പിടിച്ച് തന്നു കഴിഞ്ഞ് ആൾക്കാരെല്ലാവരും കുരവയൊക്കെ ഇട്ട് അരി കഴുകിയിടുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് അകത്തെ റൂമിൽ, അതായത് ഭക്ഷണം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന റൂമിൽ നമ്മൾ കുറച്ച് ആൾക്കാർ, നമ്മുടെ ഷൈലാമ്മയൊക്കെ തേങ്ങ ചിരണ്ടുന്നുണ്ട്. അപ്പം ഞാൻ പറയുമായിരുന്നു മടുത്ത് കഴിയുമ്പോൾ ഞാൻ ചിരണ്ടാമെന്ന്. അപ്പം കുറച്ച് പേരൊക്കെ അകത്ത് പണിയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നേ. ഈ തേങ്ങ ചിരകുന്നത് നമ്മൾ പൊങ്കാലയ്ക്കകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരുന്നത്. പിന്നെ വയസ്സായ കുറേ അമ്മമാരും പിന്നെ കുഞ്ഞു മക്കളുള്ള അമ്മമാരും എല്ലാവരും കുറച്ചധികം പേര് ആ റൂമിൽ വന്നിരുന്നു കേട്ടോ. ദേ ഇവിടെ ഓരോരുത്തരുടെ പൊങ്കാലയൊക്കെ തിളച്ച് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ കാറ്റ് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുക നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങളുടെയൊക്കെ കണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ കരഞ്ഞിട്ടുണ്ടായിരുന്നു അവർ, പുക കാരണമേ. അവിടെ നിന്നൊരു അമ്മ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ പുകയൊക്കെ കൊണ്ട് നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞ് അമ്മയെ വിളിച്ച് മനമുരുകി പ്രാർത്ഥിക്കണം, എന്നാലാണ് അമ്മ നമുക്ക് പ്രാർത്ഥന കേട്ട് അനുഗ്രഹം തരത്തുള്ളൂ എന്ന്. അങ്ങനെയാണ് ശരിക്കും പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നതെന്ന് കേട്ടോ. പിന്നെ നമ്മുടെ തങ്കമണി ചേച്ചി അകത്ത് തേങ്ങ ഇരുന്നുണ്ട്. പിന്നെ ഞാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഷൈലാമ്മേനെ വീഡിയോ പിടിക്കാൻ ഏൽപ്പിച്ചു കേട്ടോ. ഇടയ്ക്ക് തേങ്ങ ചിരണ്ടാൻ പോയപ്പോൾ പാവ ഷൈലാമ്മ എന്നെ ഒരുപാട് സഹായിച്ചു കേട്ടോ, വീഡിയോ എടുത്ത് തന്ന്. ചെറിയ കാറ്റുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇടയ്ക്ക് ഇങ്ങനെ കാറ്റിൻ്റെ ഒരു ശബ്ദം. നല്ല വെയിലായിരുന്നു കേട്ടോ. ഓരോ ചേച്ചിമാർ സാരിയുടെ തുമ്പൊക്കെ തലയിലൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് അവർ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണേ.
നമ്മൾ പൊങ്കാല ഇടുന്ന സമയം അത്രയും ദേവീനാമം ജപിക്കണമെന്നാണ് പറയുന്നത്. ദേവിയുടെ ഇഷ്ട വഴിപാടാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ വിളവെടുപ്പ് കഴിഞ്ഞ് ഒരു ദേവിക്ക് സമർപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ഇഷ്ടിക കൊണ്ട് അടുപ്പൊക്കെ പൂട്ടിയിട്ട് നമ്മൾ ചെറിയ ചൂട്ടൊക്കെ വെച്ച് തീയൊക്കെ പിടിപ്പിച്ച്, ചൂട്ടെന്ന് വെച്ചാൽ ഈ ഓലച്ചൂട്ട്, പിന്നെ നമ്മൾ ആഞ്ഞിലിയുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വിറകുകൾ കഷ്ണമില്ലേ, അതൊക്കെ വെച്ച് തീയൊക്കെ പൂട്ടിയിട്ട് പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത്. സ്ത്രീകളാണ് പൊതുവെ പൊങ്കാല ഇടുന്നത് എങ്കിലും പുരുഷന്മാരൊക്കെ അവർക്ക് വേണ്ട മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് പൊങ്കാല ഇടുന്ന ടൈമിൽ ഏലക്കാപ്പൊടി, പഴം, ശർക്കര, അവൽ, മലര്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവർ തേങ്ങ സഹിതം കൊണ്ടുവന്ന് ഓരോ സ്ത്രീകൾക്കും കൊണ്ടുപോയി നൽകുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക്. പൊങ്കാല ഇടുന്നതിന് മുമ്പ് നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ച് അവൽ, പഴം, മലര്, ശർക്കര ഇതെല്ലാം നമ്മൾ ഗണപതിക്ക് വെക്കണമായിരുന്നു കേട്ടോ. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാ സ്ത്രീകളും അമ്മയുടെ മുമ്പിൽ അവരുടെ ഓരോ ആഗ്രഹങ്ങൾക്കും അവരുടെ തെറ്റുകളെല്ലാം പുറത്ത് മാപ്പ് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനമുരുകി അമ്മയെ ദേവിയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാണ് നമ്മൾ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നത്. എല്ലാവരുടെയും പൊങ്കാല ഒരു സമയമായപ്പോൾ ശരിയായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അമ്പലത്തിലെ ശാന്തി എല്ലാ പൊങ്കാലയിലും തീർത്ഥം തളിച്ച് ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പൊങ്കാലയിൽ തളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊങ്കാല നിവേദ്യമെല്ലാം നമ്മൾ ദേവിക്ക് സമർപ്പിച്ച് പിന്നെ അവിടെ കൂടിയിരുന്ന ഭക്തരെല്ലാവരും കൂടിയിട്ട് അവരുണ്ടാക്കിയ പൊങ്കാലയെല്ലാം മറ്റു ഭക്തർക്കും അവിടെ അമ്പലത്തിൽ കൂടിയിരുന്ന ആൾക്കാർക്കൊക്കെ സമർപ്പിച്ചു. അവരെല്ലാവരും പൊങ്കാല പായസം കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. പിന്നെ അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചു, അമ്പലത്തിലെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളൊക്കെ. അതെല്ലാം കഴിഞ്ഞ് അന്നദാനം ഉണ്ടായിരുന്നു. നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചു കേട്ടോ. സത്യത്തിൽ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ പൊങ്കാല എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊങ്കാലയിൽ കൂടുന്നത്. അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. എന്തായാലും ദേവിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ പൊങ്കാലയെല്ലാം നിവേദ്യമെല്ലാം കഴിഞ്ഞ് അന്നദാനം കഴിഞ്ഞ് പിന്നെ നമ്മൾ പറ നിറയ്ക്കാനുണ്ടായിരുന്നു. പറ നിറയെല്ലാം കൂടിയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അത് മാത്രം പോരാ, എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്